നമസ്കാരം. ഭാവിയെക്കുറിച്ച് അറിയണമെങ്കിൽ ജ്യോതിഷന്മാർക്ക് പോലും കബഡി നിരത്ത് നോക്കണം. പക്ഷേ പിണറായി വിജയന് അതൊന്നും വേണ്ടിയൊന്നില്ല. അദ്ദേഹം അധികാരത്തിൽ നിന്നൊഴിഞ്ഞു പോകുന്നതിന് മുൻപായി തന്നെ തടവ് പുള്ളികൾക്ക് വേതന വർധനവ് നടപ്പിലാക്കി വലിയ രീതിയിലുള്ള ഒരു പരിഷ്കാരം ജയിലിൽ ഏർപ്പെടുത്തി. അത് വലിയ രീതിയിൽ ഇപ്പോൾ അന്തം കമ്മികൾക്ക് ഗുണം ചെയ്യുന്നുമുണ്ട്. കാരണം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 26 പേർ ജയിലിൽ കിടക്കുകയാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് അവർ കിടക്കുന്നത്. അപ്പോൾ അവർക്ക് അടുത്ത കാലത്തൊന്നും ജാമ്യം കിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്ന് മാത്രമല്ല, കരുവന്നൂരുമായി ബന്ധപ്പെട്ടും മറ്റ് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും പല അന്തം കമ്മികളും ജയിലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലുമാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾക്ക് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വഴിവിട്ട സൗകര്യങ്ങൾ നൽകുന്നു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ആഴ്ചയിൽ 2 തവണ മാത്രം അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള സന്ദർശകരെ അനുവദിക്കണമെന്നാണ് ജയിലിലെ ചട്ടം. ഈ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് അവിടെ ദിവസവും ഈ പ്രതികളെ 26 പ്രതികളെ കാണാനായി സന്ദർശകർ എത്തുന്നത്. ഈ ചട്ടലംഘനം കണ്ടുപിടിക്കാതിരിക്കാൻ സന്ദർശക രജിസ്റ്ററിൽ മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്തുന്നില്ല എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എല്ലാ പ്രതികളെയും ജയിലിൽ വിശാലമായ സെല്ലിൽ ഒന്നിച്ചാണ് പാർപ്പിച്ചിട്ടുള്ളത്. വധശ്രമം ഉൾപ്പെടെ ചുമത്തിയ കേസിലെ പ്രതികളെ ഒന്നിച്ചു കഴിയാൻ അനുവദിച്ചത് വഴിവിട്ട നീക്കമാണെന്നും ഇപ്പോൾ ആക്ഷേപമുണ്ട്. ജയിൽ ഉദ്യോഗസ്ഥരുടെ സംഘടനയിലെ ഇടതുപക്ഷ സഹയാത്രികനായ ഉദ്യോഗസ്ഥരാണ് ഇതിന് അവസരമൊരുക്കിയിട്ടുള്ളത്. UDF സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും ജയിലിൽ കാര്യമായ സ്ഥലമാറ്റങ്ങളോ സ്ഥാനമാറ്റങ്ങളോ ഒന്നും ഇതുവരെ ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. റിമാൻഡ് പ്രതികളെ മുഴുവൻ സമയവും ലോക്കപ്പിൽ അടയ്ക്കണമെന്നാണ് നിയമമെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തിറക്കാം, അതാണ് അവരുടെ നിയമം. പക്ഷേ ഇതാണ് വ്യവസ്ഥയെങ്കിലും ജയിൽ ഉദ്യോഗസ്ഥരാകട്ടെ ഇത് പാലിച്ചിട്ടേയില്ല. ഇടയ്ക്കിടെ സെല്ലിന് പുറത്തിറങ്ങാൻ അവസരമൊരുക്കുന്ന തരത്തിലാണ് ഈ ക്രമീകരണങ്ങൾ ഇവർക്ക് വേണ്ടി അവിടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് അവശ്യ വസ്തുക്കൾ എത്തിക്കാനൊക്കെ ജീവനക്കാരുടെ സഹായം ഈ പ്രതികൾക്ക് ലഭിക്കുന്നതായും സൂചനയുണ്ട്. ഇതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. 3 ആഴ്ചയോളമായി UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട്, പക്ഷേ ഇവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ ഇതുവരെ മാറ്റിയിട്ടില്ല. അതുപോലെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന 1000-ഓളം ഉദ്യോഗസ്ഥരെയും ഇതുവരെ മാറ്റിയിട്ടില്ല. ജയിലിലും അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് കൂറെപ്പോഴും പാർട്ടിയോടും പാർട്ടി നേതാക്കളോടും തന്നെയായിരിക്കും. കാരണം ഇത്തരത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിലൊക്കെ നിയമിക്കുന്നത് ഒരു പാർട്ടിയോട് ചായ്വുള്ള ഉദ്യോഗസ്ഥരെയൊക്കെയാണ്. പക്ഷേ ഇവിടെ 3 ആഴ്ചയായിട്ടും ആ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, നവകേരള സർക്കിട്ടിനിടയിൽ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ തല്ലിച്ചതച്ച മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അംഗരക്ഷകനും മറ്റ് 3 പേർക്കും ഇന്നലെ ആലപ്പുഴ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ആ ജാമ്യം അനുവദിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടാണ് പുതിയ സർക്കാർ ഈ കേസിനെക്കുറിച്ച് പുനരന്വേഷണം നടത്തിയത്. 15 ദിവസമാണ് ഈ റിപ്പോർട്ട് നൽകാനായി, പുനരന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് നൽകാനായി സർക്കാർ സമയം നൽകിയതെങ്കിലും അത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അതിനുശേഷം ഇവർക്ക് ജാമ്യാപേക്ഷ 2 ദിവസം വാദം നീണ്ടു. ഇവർക്ക് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ആർക്കുമില്ലായിരുന്നു. കാരണം വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും അവർക്ക് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാതിരിക്കുമ്പോഴാണ് ഇന്നലെ അവർക്ക് ജാമ്യം ലഭിച്ചത്. അത് ഇപ്പോൾ എന്തായാലും ഉയരുന്ന ഒരു ആരോപണം ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ വിഷയത്തിൽ ഒത്തുകളിച്ചു. അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊക്കെ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന തരത്തിലായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും UDF സർക്കാരിന് എന്താണ് പറ്റിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. അവർ ഈ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ ഇവർ പഴയതെല്ലാം മറന്നതാണോ, അല്ലെങ്കിൽ തന്നെ ഈ ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന, അത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പോസ്റ്റാണ്, അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും അവർക്ക് ഒരു സ്ഥാനമാറ്റം നൽകാതെ അവരെ സംരക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ അവിടെ തുടരാൻ അനുവദിക്കുമ്പോൾ അത് സർക്കാരിന് ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി പോലും ഇവർക്ക് ഇല്ലാത്തത് കൊണ്ടാണോ, അതോ ഇനി അവർ വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശം കൊണ്ട് ഇത് മാറ്റി വെച്ചിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്തരത്തിൽ പല താക്കോൽ സ്ഥാനങ്ങളിലും ഇടതുപക്ഷ ചായ്വുള്ളവർ തന്നെ, ഉദ്യോഗസ്ഥർ തന്നെ തുടരുമ്പോൾ അത് ഈ UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിക്ക് ഇടയാക്കും. അതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തു വരുന്നത്. പിണറായി വിജയൻ്റെ വീടാക്രമിച്ച 26 പേർക്കും അവിടെ വഴിവിട്ട സൗകര്യങ്ങൾ നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ജയിലിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ UDF സർക്കാരിൻ്റെ കാലത്തും എന്നുള്ളതാണ്. ഇനി ഒരുപക്ഷെ സർക്കാരിനെയൊക്കെ താഴെയിടാൻ വളരെ എളുപ്പമാണ്. ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ പല താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്, ഇടതുപക്ഷത്തോട് ചായ്വുള്ള, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ നിന്നപ്പോൾ അവരുടേതായ
അതിൻ്റേതായ കാര്യങ്ങൾ നടത്തിയെടുത്തിരുന്ന പലരുമുണ്ട്. മൂന്നാം വട്ടവും LDF സർക്കാർ അധികാരത്തിൽ വരും, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ കരുതിയിരുന്ന പലർക്കും അതൊരു മാനസികാഘാതമായിരുന്നു. ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് UDF സർക്കാർ അധികാരത്തിൽ വന്നു. അതുകൊണ്ട് LDF സർക്കാരിനെ അധികാരത്തിൽ വരുത്താനായി UDF സർക്കാരിനെ താഴെ വീഴ്ത്താൻ ഇവരൊക്കെ വിചാരിച്ചാൽ വലിയ പണിയൊന്നുമില്ല. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന്. എന്തായാലും ഒരു ലോക്കപ്പ് മർദ്ദനമോ അല്ലെങ്കിൽ ഒരു ലോക്കപ്പ് മരണമോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഒരു സർക്കാർ താഴെ പോകാൻ അധിക സമയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിൽ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ അതിൻ്റെ ദോഷം ഈ സർക്കാരിന് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.